ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എല്ലാവരും ഒന്ന് പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ച് കാണും. നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നിറയെ ഇരുന്ന് ഒരു മഞ്ഞ കളറിലുണ്ടാകുന്ന ഒരു കേക്ക്, അല്ലേ, ബ്രിട്ടാനിയയുടെ ഫ്രൂട്ടി കേക്ക്. അപ്പം അത് കഴിച്ചവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ആ കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, വാനില കസ്റ്റാർഡാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 മുട്ട. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര മതി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 കപ്പ് മതി. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഇനി നമുക്കൊരു സീവറിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ കസ്റ്റാർഡ് പൗഡർ, അത് എൻ്റെ അത് കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും പറയുന്നതാണ്, ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് 3 പ്രാവശ്യം ഇടഞ്ഞ് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതുപോലത്തെ ഒരു കുഴിഞ്ഞ ബൗളാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്പീഡ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരൻ്റെ 1/3 ഇപ്പം നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു 4 ഇട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ബൗളൊന്ന് കറക്കി ചെയ്താൽ നമുക്ക് പെട്ടെന്നൊന്ന് പഞ്ചസാര എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് പഞ്ചസാരയുടെ സെക്കൻഡ് ബാച്ച് ഒന്ന് ചേർക്കാമേ. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബീറ്റ് ചെയ്യുമ്പോൾ ഇത് സ്പീഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പീഡ് കൂട്ടി തന്നെയാണ് ബീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പഞ്ചസാര ചേർത്ത് സ്പീഡ് കൂട്ടാം. അപ്പോൾ അതും ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 3rd ബാച്ചും കൂടെ നമുക്കൊന്ന് ചേർക്കാം കേട്ടോ. അത് മിസ്സായിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ ഞാനൊന്ന് ബീറ്റ് ചെയ്യുകയാണേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ടായി പോകുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ നല്ല ഈ രീതിക്ക് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കണക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് തന്നെ നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം. ഞാനത് ഒരുപാട് പ്രാവശ്യം കേക്കിൻ്റെ അത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഫസ്റ്റ് മുതൽ ഞാൻ പറയുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് എല്ലാത്തിലും ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഓയിലൊന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റിബൺ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓയിലൊന്ന് ചേർക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 30 സെക്കൻഡ് മാത്രം ഒരു 1-ലിട്ട് മാത്രം ബീറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഓവർ ബീറ്റിംഗ് വരാൻ പാടില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ അങ്ങ് താഴ്ന്നൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒരു 30 സെക്കൻഡ് മാത്രം ഇത് ചെയ്ത് നമുക്ക് കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ബീറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. ഓവനിൽ വെക്കാൻ താല്പര്യമുള്ളവർ ഈ സമയം ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ സിലിക്കോൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിലൊക്കെ തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടിയിൽ കുറച്ച് മൈദ നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അത് തന്നെ നമ്മളിതൊന്ന് ഇട്ട് 2 ടേബിൾ സ്പൂണ് മൈദ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ബാറ്ററിൻ്റെ അടിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയിപ്പോവും. അപ്പം നമുക്ക് ഈവനായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരിച്ചു വെച്ച മാവ് ഒന്ന് 1/3 അതിൻ്റെ ഒരു 1/3 ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ പാലിൻ്റെ പകുതി നമുക്കിപ്പോൾ ചേർക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവിൻ്റെ സെക്കൻഡ് ബാച്ച് ഒന്ന് ചേർക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന പാലൂടെ മുഴുവനായിട്ട് അങ്ങ് ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അടിയിൽ നിന്ന് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. പാലൊക്കെ ആകുമ്പോൾ അവിടെ കിടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ 3rd ബാച്ച് കൂടെ മാവിൻ്റെ 3rd ബാച്ച് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു കണക്കിനാണ് വരേണ്ടത്. ഓവറായിട്ട് വെള്ളമായി പോകരുത് കേട്ടോ. ഈ ഒരു ഇത്രയും കട്ടിയേ പാടുള്ളൂ കേട്ടോ. എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിൽ കുറച്ചുകൂടെ കഴിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം എടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ എടുക്കാം.
എടുക്കരുത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഈവനായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് താഴെ പോയി കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ മൈദയിൽ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് അടിയുന്ന ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. ഇതുകൂടെ ചെയ്ത് നമുക്ക് ഇനി നമ്മുടെ 10 മിനിറ്റായിട്ട് ഒന്ന് ഓവൻ സെറ്റപ്പ് റെഡിയായി ഇരിക്കുകയാണ്. അതിലേക്കൊന്ന് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ മീതെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയുടെ ഇടാം, ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു 50 മിനിറ്റോളം വേണം കേട്ടത് ആയി വരാനായിട്ട്. അപ്പോൾ ഇതാ 50 മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ആ അടപ്പിലൊക്കെ ഒന്ന് തട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഫ്രണ്ടിൽ ഇതാ ഇപ്പോൾ ഈ ഒരു കണക്ക് നിൽക്കണം. അതിൻ്റെ അടപ്പിലൊന്ന് തട്ടി ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ അത്രയ്ക്കും ഇത് നന്നായിട്ടൊന്ന് റേസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഞാനിതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടല്ലോ നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ തട്ടിയതിൻ്റെ ഭാഗമാണ് അവിടെ ഇത്തിരി ഒരു ഷേപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇനി അതൊന്ന് നമുക്കൊന്ന് ആ ഒരു കണക്കിന് ഒന്ന് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ബ്രിട്ടാനിയുടെ ഇരിക്കുന്ന അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതാ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ സംഭവം എന്താണെന്ന്. നമ്മുടെ ആ ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ് കേട്ടോ. നമ്മുടെ ബ്രിട്ടാനിയുടെ അതേ കേക്കാണ്. നമുക്കത് അത്രയും സോഫ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി കുറച്ചതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിറച്ചുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഈ ട്യൂട്ടി ഫ്രൂട്ടി ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഇടണേ, ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ഇടണേ കേട്ടോ. അതുകൊണ്ടാണ് ട്യൂട്ടി ഫ്രൂട്ടിക്ക് ഇതുപോലെ ഈവനായിട്ട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ താഴെ പോയി കിടക്കും. അപ്പം ഇത് കണ്ട മഞ്ഞ കളറിൽ നല്ല കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.